ശാസ്ത്രജ്ഞർക്ക് ഇപ്പോൾ ബഹിരാകാശത്തെക്കുറിച്ച് വളരെയധികം അറിയാം. അത് ഇനി അത്ര രഹസ്യമായിട്ടില്ല. അവർ കറുത്ത തുളകളുടെ യഥാർത്ഥ ചിത്രങ്ങളും പകർത്തിയിട്ടുണ്ട്. മനുഷ്യർ നിർമ്മിച്ച റോവറുകൾ ചൊവ്വയിൽ ഇറങ്ങി. ഒരു ഹെലികോപ്റ്റർ പോലും ചൊവ്വയുടെ ഉപരിതലത്തിൽ വിജയകരമായി പറന്നിറങ്ങി. ആളുകൾ ചന്ദ്രനിൽ കാൽവെച്ച് സുരക്ഷിതമായി വീട്ടിലെത്തി. ഇപ്പോൾ വർഷത്തിലെ എല്ലാ മാസത്തിലും ആരോ ബഹിരാകാശത്തിലുണ്ട്. ഒരു കാലത്ത് പരമരഹസ്യമായി കണ്ടിരുന്ന സ്ഥലം ഇപ്പോൾ ഗവേഷണ കേന്ദ്രമായി മാറി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ഏറ്റവും വലിയ രഹസ്യം ഭൂമിയിലായിരിക്കാം. ബഹിരാകാശത്തിൽ നമ്മുടെ എല്ലാ പുരോഗതിക്കും ശേഷവും സമുദ്രങ്ങൾ ഇപ്പോഴും ആഴത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല. വാസ്തവത്തിൽ സമുദ്രത്തിന്റെ 95% ഇപ്പോഴും ഞങ്ങൾക്ക് രഹസ്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. നമ്മുടെ ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഇപ്പോഴും ഒരു മുഴുവൻ രഹസ്യമാണ്. അതായത്, സമുദ്രം അന്വേഷിക്കുന്നത് ബഹിരാകാശത്തേക്കാൾ കഠിനമാണോ? എന്തുകൊണ്ട് ശാസ്ത്രജ്ഞർ ആഴത്തിലുള്ള സമുദ്രത്തിലേക്ക് തളയാതെ പോകുന്നതിനേക്കാൾ ബഹിരാകാശം അന്വേഷിക്കുന്നത് എളുപ്പമാണെന്ന് കണ്ടെത്തുന്നു? ഇന്നത്തെ വണ്ടർ ഫാക്ട്സ് എപ്പിസോഡിൽ ബഹിരാകാശത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സമുദ്രത്തിന്റെ 95% ഭാഗം ഇപ്പോഴും മുഴുവൻ അപരിചിതമാണെന്ന് നാം പരിശോധിക്കുമോ എന്ന ഒരു രസകരമായ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. നാം ഭൂമിയെ 4 ഭാഗങ്ങളായി വിഭജിച്ചാൽ അതിൽ ഒന്ന് മാത്രമേ ഭൂമി, മലകൾ, താഴ്വരകൾ, നദികൾ എന്നിവ കൊണ്ട് തങ്ങിയിരിക്കും. മിച്ച 3 ഭാഗങ്ങൾ അവ മുഴുവനായും വെള്ളം കൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത്. സമുദ്രങ്ങളും കടലുകളും ഈ വിശാലമായ പ്രദേശത്തെ നിയന്ത്രിക്കുന്നു. ഈ ആഴത്തിലുള്ള നീല ലോകത്തിൽ ഗ്രഹത്തിലെ ഏറ്റവും താഴ്ന്ന ബിന്ദു മാരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നു. ഈ തൊണ്ട പടിഞ്ഞാറ് ഏകദേശം 13 കിലോമീറ്റർ ആഴത്തിൽ പോകുന്നു. ഇതുവരെയും ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ആ ആഴം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനിടെ പലരും ഇതിനകം ബഹിരാകാശത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? കടലിന്റെ ആഴത്തിൽ ഡൈവിംഗ് ചെയ്യുന്നത് ചില ഗൗരവമുള്ള വെല്ലുവിളികളുമായി വന്നുകൊണ്ടിരിക്കുന്നു. ഏത് ഏറ്റവും വലിയതാണ്? സമുദ്രത്തിന്റെ സമ്മർദ്ദം. ഇത് ആഴത്തിലുള്ള സമുദ്രം എക്സ്പ്ലോറേഷനിലേക്ക് നമ്പർ 1 തടസ്സമാണ്. നാസയുടെ ഗോഡാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ഡോ. ജീൻ കാർൽ ഫെൽഡ്മാൻ പറയുന്നു, നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നത്ര നമ്മൾ കുറവായി കാണാൻ കഴിയും. അന്തത്തിൽ ദൃശ്യശേഷി പൂർണ്ണമായും 0ലേക്ക് താഴുന്നു. ദൃശ്യശേഷിയില്ലാതെ ആഴത്തിലുള്ള സമുദ്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കൽ അസാധ്യമായിരിക്കും. അതിനു പുറമെ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ തണുപ്പ് കൂടുതലാകും. മറ്റെന്താണ് സമ്മർദ്ദം? നിങ്ങൾ ഇറങ്ങുന്ന ഓരോ മീറ്ററിലും അത് ആകാശത്തേക്ക് ഉയരും. അതുകൊണ്ടാണ് ഇന്നത്തെ ശാസ്ത്രം പറയുന്നത്, ഒരാളെ ബഹിരാകാശത്തിലേക്ക് അയക്കുന്നത് സമുദ്രത്തിനടിത്തട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം അത്യധികം ജലസമ്മർദ്ദം ആഴക്കടൽ ഗവേഷണം ഭീകരമായി പ്രയാസപ്പെടുത്തുന്നു. ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് സമുദ്രത്തിനടിത്തട്ടിൽ ഒരാളുടെ ശരീരത്തിൽ ചതുരശ്ര ഇഞ്ചിന് 15 പൗണ്ട് സമ്മർദ്ദമുണ്ടാകുമെന്നാണ്. പക്ഷേ ബഹിരാകാശത്തിൽ ആ സമ്മർദ്ദം 0ലേക്ക് കുറഞ്ഞു പോകും. ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സ്ഥലം മറിയാന ഗർത്തം ഏകദേശം 7 മൈൽ ആഴം മുങ്ങുന്നതായി കരുതൂ. അവിടെ താഴെ നിങ്ങളുടെ ശരീരം ഉപരിതലത്തേക്കാൾ 1000 മടങ്ങ് കൂടുതൽ സമ്മർദ്ദം നേരിടേണ്ടിവരും. അത് നിങ്ങളുടെ ശരീരത്തിൽ 50 ജംബോ ജെറ്റുകളുടെ ഭാരം വഹിക്കുന്നതുപോലെയാണ്. അത്തരം സമ്മർദ്ദത്തിൽ നിങ്ങളുടെ ശരീരം ശരിക്കും തകരും. അതിന്റെ അർത്ഥം വെള്ളത്തിനടിയിലെ ആഴത്തിൽ ചെറുതായൊരു പിഴവ് പോലും അത്യന്തം അപകടകാരിയായി മാറാം. അതെ, അതാണ് ഓസിയൻ ഗേറ്റിന്റെ ടൈറ്റൻ സബ്മേഴ്സിബിളുമായി സംഭവിച്ചത്. 2023 ജൂൺ 18 രാവിലെ 8:30 മണിക്ക് അത് തന്റെ ഇറക്കുമാറ്റം ആരംഭിച്ചു. ആ സമയത്ത് സബ്മാരിനുള്ളിൽ 5 പേരുണ്ടായിരുന്നു. അവർ ടൈറ്റാനിക് നഷ്ടമായ കപ്പൽ അടുത്തുനോക്കാൻ ഒരു ദൗത്യത്തിൽ. പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം സബ്മാരിൻ അപ്രതീക്ഷിതമായി ബന്ധം നഷ്ടപ്പെട്ടു. ആഴത്തിലുള്ള വെള്ളത്തിനടിയിൽ സംവിധാനങ്ങൾ പോലും പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സബ്മാരിനെ കണ്ടെത്തുക ഗൗരവമേറിയ വെല്ലുവിളിയായി മാറി. അതുകൊണ്ടാണ് വിനോദ സ്കൂബ ഡൈവേഴ്സ് മാത്രം 130 അടി ആഴത്തിൽ പോകാൻ കഴിയുന്നത്. 650 അടി ആഴത്തിൽ മീതെ സമുദ്രത്തിലേക്ക് വളരെ കുറച്ച് സൂര്യപ്രകാശം എത്തുന്നു. 1973 ആ മിഷൻ ഏകദേശം 1575 അടി ആഴത്തിൽ എത്തി. നാം ഏകദേശം 2600 അടി താഴേക്ക് പോകുമ്പോൾ ഞങ്ങൾ വലുതായ കടൽ ജീവികളാൽ നിറഞ്ഞ ഒരു പ്രദേശത്തിലേക്ക് പ്രവേശിക്കുന്നു. ജീവികൾ അത്ര വേറിട്ടവയാണ്, അവ ശരിക്കും അന്യഗ്രഹ ജീവികളായിരിക്കുന്നു പോലെ കാണുന്നു. പിന്നീട് 3000 അടി ആഴത്തിൽ നാം മിഡ്നൈറ്റ് സോൺ എന്നറിയപ്പെടുന്ന പ്രദേശത്തെത്തി. ഇത് സൂര്യപ്രകാശം ഒരിക്കലും എത്താനാകാത്ത സ്ഥലം. ഇവിടെ പൂർണ്ണ ഇരുട്ടാണ്. ഇതിനു പുറമെ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ തണുപ്പ് കൂടുതലാകും. അവിടെ വെള്ളത്തിന്റെ താപനില വെറും 4°C വരെ താഴുന്നു. 12500 അടി ആഴത്തിൽ ഡൈവ് ചെയ്ത് ടൈറ്റാനിക് അവശിഷ്ടങ്ങൾ നിലകൊള്ളുന്ന സ്ഥലത്തെത്തും.
ആ യാത്ര എത്ര ഭീതികരമായിരിക്കുമെന്ന് മാത്രം ചിന്തിക്കൂ. വെള്ളത്തിന്റെ ആഴം കൂടുതലായതിന് സമ്മർദ്ദം ഭാരമായും ഉയരും. ടൈറ്റാനിക് അവശിഷ്ട സ്ഥലത്ത് സമ്മർദ്ദം ഏകദേശം 6000 PSI ആണ്, അതായത് ഉപരിതലത്തേക്കാൾ 400 മടങ്ങ് കൂടുതലാണ്. അന്ന് സബ്മേഴ്സിബിൾ ആഫിൽ ടവറിന്റെ ഭാരത്തിന് സമമായ സമ്മർദ്ദത്തിലായിരുന്നു. വേറെ വാക്കിൽ പറഞ്ഞാൽ, താഴെയുള്ള സമുദ്രം നിങ്ങളെ ഒഴിഞ്ഞ സോഡ കാൻ പോലെ തകർക്കും. ആ ദുരന്തകരമായ ആഴക്കടൽ ദൗത്യത്തിൽ ടൈറ്റൻ സബിലെ 5 പേരും ജീവൻ നഷ്ടപ്പെടുത്തി. സമുദ്രത്തിലെ അത്യധികം സമ്മർദ്ദം കാരണം സബ്മേഴ്സിബിളിയും ഉള്ളിലെ 5 പേരും ഇടിഞ്ഞുവീഴ്ചയിൽ തകർന്നു. ഇംപ്ലോഡഡ് എന്ന വാക്ക് എക്സ്പ്ലോഡ് എന്നതിന് വിപരീതമാണ്. വിസ്ഫോടനത്തിൽ ശക്തി പുറത്തേക്ക് തള്ളുകയും അവശിഷ്ടങ്ങൾ എല്ലാ ദിശയിലേക്കും പറക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇംപ്ലോഷനിൽ അതിന്റെ വിരുദ്ധമാണ്, ശക്തി അകത്തേക്ക് ഇടിഞ്ഞു വീഴും. നിങ്ങൾ ഒഴിഞ്ഞ സോഡ കാൻ കൈകൊണ്ട് ഞെക്കുന്നതുപോലെ അതാണ് അത് പ്രവർത്തിക്കുന്ന രീതി. അതാണ് സമുദ്രത്തിനടിയിലെ ആഴത്തിൽ ടൈറ്റൻ സബിനുണ്ടായത്. പക്ഷേ ഇത് സാധാരണ പൊട്ടല്ല, ഇത് ഒരു പ്രളയകരമായ തകർച്ചയായിരുന്നു. വെറും 1 മില്ലിസെക്കൻഡിൽ മുഴുവൻ ഘടന നശിച്ചുപോയി. ബോർഡിലുള്ള 5 പേർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. അതൊരു അപ്രതീക്ഷിത മരണമായിരുന്നു. കണ്ണിന്റെ ഒരു കണികയിൽ എല്ലാം നഷ്ടപ്പെട്ടു. കണ്ടിട്ടില്ലാത്ത ഒരു മരണത്തിന്റെ രീതി. ഇത് സമുദ്രത്തിന്റെ ആഴങ്ങൾ എത്ര അപകടകരമായിരിക്കാം എന്നത് കാണിക്കുന്നു. എന്തുകൊണ്ട് ആഴത്തിലുള്ള സമുദ്രാന്വേഷണം അതീവ പ്രയാസകരമാണെന്നും. ഈ അത്യന്തം കടുത്ത സാഹചര്യത്തിൽ ഏതൊരു ആഴമുള്ള സമുദ്ര ദൗത്യവും നടപ്പാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയും വൻ ബജറ്റും ആവശ്യമാണ്. സമുദ്രാന്വേഷണത്തിന് ഗവേഷണ കപ്പലുകളും സബ്മേരിനുകളും പോലുള്ള വളരെ ചെലവേറിയ ഉപകരണങ്ങൾ ആവശ്യമാണ്. ഈ ദൗത്യങ്ങൾ അത്യന്തം ചെലവേറിയവയാണ്. നിങ്ങൾക്ക് ഒരു ധാരണ നൽകാൻ, ഒരു ഗവേഷണ കപ്പൽ സമുദ്രാന്വേഷണത്തിനായി പ്രവർത്തിപ്പിക്കുന്നത് ദിവസവും $50,000 വരെ ചെലവാകാം. സമുദ്ര മിഷനുകൾക്ക് വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ധനസഹായം. മിക്ക സർക്കാരുകളും സ്വകാര്യ കമ്പനികളും ബാഹ്യാകാശ ഗവേഷണത്തിന് ധനം നൽകാൻ ഇഷ്ടപ്പെടുന്നു. സമുദ്ര മിഷനുകളെക്കുറിച്ചായാൽ അവർക്കായി ധനസഹായമില്ല. നോവ, നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ എന്നതിന് ചുരുക്കം നാസ പോലെയാണ്, പക്ഷേ സമുദ്രം കണ്ടെത്താനുള്ളത്. എന്നാൽ അവരുടെ ബജറ്റ് വളരെ കുറഞ്ഞതാണ്. അധികവും ആളുകൾക്ക് അവർ അറിയപ്പെടുന്നില്ല. നാസയുമായി താരതമ്യം ചെയ്യുമ്പോൾ നോവയുടെ ബജറ്റ് സമുദ്രത്തിലെ ഒരു ചിങ്ങാണ്. സമുദ്രാന്വേഷണം അതിശയകരമായി പ്രയാസമാണ്. ചില സ്ഥലങ്ങളിൽ എത്തുക ബുദ്ധിമുട്ടാണ്. പോളാർ പ്രദേശങ്ങൾ പോലുള്ളത്. അവിടെ മൂടലും ചീത്ത കാലാവസ്ഥയും ദീർഘസമുദ്ര ഗവേഷണം വളരെ പ്രയാസമാക്കുന്നു. ഈ പ്രദേശങ്ങളിൽ അന്വേഷണം നടത്താൻ ശ്രമിക്കാൻ റുബ്ബലസ്റ്റൺ പോലുള്ള അസ്പ്രേക്കർ കപ്പലുകളുടെ ഒരു ഫ്ലീറ്റ് ആവശ്യമാണ്. ആദ്യം ലോകമാകെ ഈ അസ്പ്രേക്കറുകൾ വളരെ കുറവാണ് ലഭ്യമായത്. സമുദ്രത്തിന്റെ ആഴം മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, അതിന്റെ വിപുലമായ വലുപ്പവും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. മഹാസമുദ്രങ്ങൾ 361 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതലായി വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം മുഴുവൻ അന്വേഷണത്തിനും അനന്തകാലവും വൻ ചെലവും ആവശ്യമാകും. ആധുനിക സാങ്കേതികവിദ്യ ഉണ്ടായിട്ടും സമുദ്രത്തിന്റെ പൂർണ്ണമായ ഭൂപടം തയ്യാറാക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കാം. അതിനു പുറമെ രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ ആഴക്കടൽ ഗവേഷണം കൂടുതൽ പ്രയാസപ്പെടുത്തുന്നു. സമുദ്രത്തെക്കുറിച്ച് വളരെ സങ്കീർണമായ അന്തർദേശീയ നിയമങ്ങളുണ്ട്. സമുദ്രനിയമത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി അല്ലെങ്കിൽ അൻക്ലോസ് ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ്. ഇത് പലപ്പോഴും ഗവേഷണത്തെ തടസ്സപ്പെടുത്തുന്നു. പ്രാദേശിക ജലങ്ങളും പ്രത്യേക സാമ്പത്തിക മേഖലയുമായുള്ള തർക്കങ്ങൾ സഹകരണ ഗവേഷണത്തിനും സുരക്ഷാ ദൗത്യങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിന്റെ ഒരു പ്രധാന ഉദാഹരണം സൗത്ത് ചൈന കടലാണ്. അവിടെ സംഘർഷങ്ങൾ സമുദ്ര ഗവേഷണവും സംരക്ഷണവും അത്യന്തം പ്രയാസപ്പെടുത്തുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളും ആഴക്കടൽ ഗവേഷണം അപകടഭൂമിയാക്കുന്നു. ഈ ദൗത്യങ്ങൾ സസ്നേഹം നിറഞ്ഞ സമുദ്ര പരിസ്ഥിതികളിന് ഹാനികരമായേക്കാം. അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രത പാലിച്ച് നടപ്പാക്കണം. പക്ഷേ ആ അധിക ജാഗ്രത ദൗത്യങ്ങളുടെ വേഗതയെ മന്ദമാക്കുന്നു. മന്ദഗതിയിലുള്ള ദൗത്യങ്ങൾ ചെലവ് വർധനവിലേക്ക് നയിക്കുന്നു. അവ എല്ലാം ചേർത്താൽ സമുദ്രം എങ്ങനെ അന്വേഷിക്കാനാകുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് നിങ്ങൾ കാണും. ഇതാണ് കാരണം ഇന്നും സമുദ്രത്തിന്റെ 95% കൂടുതൽ ഭാഗം കണ്ടെത്തപ്പെടാത്തതാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പുതിയ ഒന്നെന്തോ നൽകി എന്ന പ്രതീക്ഷയുണ്ട്. വീഡിയോ നിങ്ങൾ ആസ്വദിച്ചാൽ ഒരു അഭിപ്രായം വിടാൻ മാപ്പ് പറയേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ടാപ്പ് ചെയ്യാം. അങ്ങനെ ഭാവിയിലെ യാതൊരു വീഡിയോയും നഷ്ടമാകാതിരിക്കും. കാണുന്നതിനുള്ള നന്ദി.